pregnant ആയിരിക്കുമ്പോൾ he just kicked me here in my tummy. I fell on the cot. അമ്മ നിന്നെ പിടിക്കില്ലേ? എന്നിട്ട് you cry. He says, oh, you're a best actress. കരഞ്ഞു നല്ല കരയും. Constantly he was trying to do something. Constantly. I remember when നടി മീന മുനീർ രംഗത്ത് വന്നു. പല സത്യങ്ങളും തുറന്ന് പറഞ്ഞതോടെ മുകേഷ് കുഴപ്പത്തിലായി. വളരെ സീരിയസ് ആയിട്ടുള്ള അലഗേഷൻസാണ് മുകേഷിനെതിരെ വന്നിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ മുകേഷ് ഇത്രയും മോശക്കാരനാണോ എന്ന് പലരും ചിന്തിക്കും. എത്രയോ വർഷം മുമ്പ് മുകേഷിനെ പറ്റി പുറം ലോകത്തിന് അറിയിച്ച ഒരു നടിയുണ്ട്, മുകേഷിൻ്റെ മുൻ ഭാര്യ സരിത. സരിത 80കളിൽ തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ നായികയായിരുന്നു. മുകേഷിനെ വിവാഹം ചെയ്ത് അവർ സിനിമയിൽ നിന്നും വിട്ടുനിന്നു. സരിതയുമായി ലീഗൽ ഡൈവേഴ്സ് ആകുന്നതിന് മുമ്പ് തന്നെ മുകേഷ് മേതിൽ ദേവികയെ വിവാഹം ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് സരിത ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അത് ഇപ്പോൾ വൈറലായിട്ടുണ്ട്. വളരെ സീരിയസ് ആയ ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചൊക്കെ സരിത ഇതിൽ സംസാരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് ഇതിനെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. ഈ ഇൻ്റർവ്യൂ ചെയ്തത് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ്. അന്ന് അവർ ഒരു പത്രപ്രവർത്തകയായിരുന്നു. ഇൻ്റർവ്യൂയെ കുറിച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മൾക്ക് കണ്ടു നോക്കാം. But life was upside down because of false promises made by your own husband, and then you focus on the child upbringing. ശ്രീപതി സരിതയും ശ്രീ മുകേഷും വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്നു, 2 മക്കളുണ്ടായി. അതിനുശേഷം അങ്ങനെയാണ് എല്ലാവരും കരുതിയിരുന്നത്. അതിനുശേഷം വേർപിരിഞ്ഞ് താമസിക്കുകയാണ് എന്നറിഞ്ഞു. അടുത്തയിടെ മുകേഷ് വിവാഹിതനാകുന്നതും കേട്ടു. അതിനു മുമ്പ് വിവാഹമോചനം സംബന്ധിച്ച് ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? എനിക്ക് ലോകം അറിയുന്ന ആ ദിവസം തന്നെയാണ് ഞാനും അറിഞ്ഞത്. TV-യിലെ കൂടെയായിരുന്നു ഞാൻ ഈ ന്യൂസ് അറിഞ്ഞത്. ബിക്കോസ് എനിക്ക് ഡൈവോഴ്സ് കിട്ടിയില്ലല്ലോ. 2011 ഞാനായിട്ട് പിൻവലിച്ചു. അത് കഴിഞ്ഞിട്ട് within 6 months he was telling my son, within 6 months I got the divorce. And I don't know how a person can get a divorce without my knowledge. That is my question. I don't know. 2011 വിവാഹമോചന ഹർജി പിൻവലിച്ചത് എന്തിനാണ്? It was a mutual consent ആയിരുന്നു. ഞാൻ mutual consent അങ്ങനെ to convince him, I had 2 cases on him, like domestic violence ഇന്ത്യയും പിന്നെ wanted a divorce. Then he said, if അത് പിൻവലിച്ചാൽ mutual consent sign ചെയ്യാം എന്ന്. So he signed mutual consent. When sign ചെയ്ത ശേഷം അത് പിൻവലിച്ച ശേഷം he was not coming properly to the court. 3 years. വിവാഹമോചനങ്ങളുമായി ബന്ധപ്പെട്ട് പറയാറുള്ളതാണ്, ആരോപിക്കപ്പെടാറുള്ളതാണ്. അതങ്ങനെ മാത്രമാണോ? എനിക്ക് പറയാനത് ashamed ആയിരുന്നു വീണ. I didn't want to share this with anybody. I felt so ashamed of these things can happen to ഒരു പെണ്ണിന് ഇങ്ങനെയൊക്കെ നടക്കാവോ എന്ന് പറഞ്ഞ് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് തന്നെ ഇതൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഡൈജസ്റ്റ് ആൻഡ് ടു ഗോ ത്രൂ ദാറ്റ്, ആൻഡ് ഐ വാസ് അഷേംഡ് ടു ഷെയർ വിത്ത് എനിബഡി. അപ്പോൾ പ്രസ്സൊക്കെ ചില പേരൊക്കെ അറിഞ്ഞിട്ടും എന്നെ വിളിക്കുമ്പോഴൊക്കെ ഐ യൂസ് ടു പ്രിറ്റൻഡ് ദെയർ ഇസ് നത്തിങ്, ഇറ്റ്സ് ഓക്കെ, എവറിത്തിങ് ഇസ് ഫൈൻ. ഓണത്തിന് ഉടനെ ഞങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമായിരുന്നു ഫോട്ടോസൊക്കെ. ആൻഡ് ഇതൊക്കെ ഫാമിലി ഡിസ്റ്റർബൻസസ് കുറേ ഉള്ളപ്പോഴും ഹി വാസ് ഹാവിങ് അഫെയർസ് ആൻഡ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഹിം ടു റിയലൈസ് ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല, അവൾ എത്ര സഹിച്ചു എന്ന് എന്തെങ്കിലും ഒരു പ്രാവശ്യം വിചാരിക്കുമെന്ന് വിചാരിച്ചു. എന്തുകൊണ്ടാണ് പോലീസിന് അന്ന് കംപ്ലൈൻറ്റ് ചെയ്യാതിരുന്നത്? ദാറ്റ് വാസ് ദ പ്രോമിസ് ഐ മെയ്ഡ് ടു മൈ ഫാദർ ഇൻ ലോ. എൻ്റെ അച്ഛൻ മരിച്ച ശേഷം ഞാൻ അങ്ങേരെയാണ് ഞാൻ അച്ഛനായിട്ട് കരുതിയിരുന്നത്. അങ്ങേരെ മരിക്കുന്നവരെ ഞാൻ ആ പ്രോമിസ് കീപ്പ് അപ്പ് ചെയ്തു. ഞാൻ അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാർ മുമ്പ് വെച്ച് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, അടിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ഐ സ്റ്റോപ്പ് ഗോയിങ് ടു ദ ഹൗസ്. ഐ സ്റ്റോപ്പ് ഗോയിങ് ആൻഡ് അക്കൗണ്ട്സ് മാത്രം ഞാൻ ഈ രാമോഹൻ നമ്മുടെ ഓഡിറ്റർ ട്രിവാൻഡ്രത്താണ്. സോ എവറി ഇയർ ഐ പേ ഹിസ് ടാക്സസ് ആൻഡ് മൈ ടാക്സസ് ഐ യൂസ് ടു പേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാർച്ച് 3rd വീക്കിൽ വന്നപ്പോൾ അച്ഛൻ കെയിം ടു ദ എയർപോർട്ട് ടു പിക്ക് മീ അപ്പ് ആൻഡ് ഹി സെഡ് വീട്ടിലേക്ക് പോവാം. ഐ സെഡ് ഇല്ല അച്ഛാ, പങ്കജിൽ റൂം ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓഹോ പറഞ്ഞിട്ട് വേറെ ഡ്രൈവറിൻ്റെ മുമ്പിൽ ഒന്നും സംസാരിച്ചില്ല അച്ഛൻ. സോ ഹി ഗോട്ട് ഡൗൺ വിത്ത് മീ, ഹി കെയിം അപ്പ് ടു ദ റൂം ആൻഡ് ദെൻ ഹി സെഡ് ഐ നോ വാട്ട് യു ആർ ഗോയിങ് ത്രൂ, ഐ നോ എൻ്റെ മോൻ ശരിയില്ലെന്ന് എനിക്കറിയാം, പക്ഷേ കയ്യെ പിടിച്ചിട്ട് ഹി സെഡ് ഇത് മീഡിയയിലൊന്നും വരരുത്, മോള് സഹിക്കും എന്നൊക്കെ പറഞ്ഞതാണ്. ആ പ്രോമിസ് ഞാൻ ഇന്ന് വരെ ഇന്നാണ് ഐ ഹാഡ് ടു ബ്രേക്ക് ബിക്കോസ് മൈ സൈലൻസ് ഇസ് മിസ്അണ്ടർസ്റ്റുഡ്. My silence is really misunderstood. Nobody knows
what was happening with me. I don't know how much I had the patience. ഇത്രയും പേഷ്യൻസ് എനിക്കുണ്ടായിരുന്നു. മുകേഷ് സിനിമയിൽ ചെറുകിട റോളുകളൊക്കെ ചെയ്തപ്പോഴും സരിത അന്ന് വലിയൊരു താരം തന്നെയായിരുന്നു. സരിതയെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് മുകേഷിന് കൂടുതൽ ചാൻസുകളൊക്കെ കിട്ടിത്തുടങ്ങിയത്. ഇൻ്റർവ്യൂവിൽ പറയുന്നത് പോലെ നാണക്കേടോർത്തും മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർത്തുമൊക്കെ ജീവിതത്തിൽ 20 വർഷം സരിത എല്ലാം സഹിച്ചു മുന്നോട്ട് പോയി. 1988 ഇവർ വിവാഹിതരാകുന്നത്. 2011 ഇവർ ഒഫീഷ്യലായി ഡൈവേഴ്സ് ആകുകയും ചെയ്തു. വിവാഹത്തിനു ശേഷം കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ മുകേഷിൽ നിന്നും ഉപദ്രവം നേരിടാൻ തുടങ്ങി എന്നാണ് സരിത പറയുന്നത്. പുറത്തു പറഞ്ഞാലും ഇതൊന്നും ആരും വിശ്വസിക്കില്ല. കാരണം സരിതയെ കുറ്റം പറയുകയും ചെയ്യും. എന്താണെന്ന് പറഞ്ഞാലും മുകേഷിനെ പോലെ ജനപ്രീതി വളരെയധികം സമ്പാദിച്ച ഒരു നടനെതിരെ ആരോപണങ്ങൾ വന്നാൽ തന്നെയും അത് ആളുകൾ ഒന്നും വിശ്വസിക്കില്ല. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് സരിതയുടെ പഴയ ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ അന്നവർ പറയുന്നതിൽ എത്രമാത്രം സത്യം ഉള്ളത് എന്ന് കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ എന്ത് തന്നെ ആയാലും മുകേഷിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റിനെ കുറിച്ചിട്ട് സരിത ഇവിടെ പറയുന്നുണ്ട്. അതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ട് വരാം. വിവാഹമോചനങ്ങളുമായി ബന്ധപ്പെട്ട് പറയാറുള്ളതാണ്, ആരോപിക്കപ്പെടാറുള്ളതാണ്. അതങ്ങനെ മാത്രമാണോ? എനിക്ക് പറയാനത് അഷേംഡ് വീണ. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഷെയർ ദിസ് വിത്ത് എനിബഡി. ഐ ഫീൽ സോ അഷേംഡ് ഓഫ് ദീസ് തിങ്സ് ക്യാൻ ഹാപ്പൻ ടു ഒരു പെണ്ണിന് ഇങ്ങനെയൊക്കെ നടക്കാവോ എന്ന് പറഞ്ഞ് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് തന്നെ ഇതൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് very difficult for me to digest and to go through that, and I was ashamed to share with anybody. അപ്പോൾ പ്രസ്സൊക്കെ ചില പേരൊക്കെ അറിഞ്ഞിട്ടും എന്നെ വിളിക്കുമ്പോഴൊക്കെ I used to pretend there's nothing, it's okay, everything is fine. ഓണത്തിന് ഉടനെ ഞങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമായിരുന്നു ഫോട്ടോസൊക്കെ. ആൻഡ് ഇതൊക്കെ ഫാമിലി ഡിസ്റ്റർബൻസസ് കുറേ ഉള്ളപ്പോഴും he was having affairs and I was waiting for him to realize ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല, അവൾ എത്ര സഹിച്ചു എന്ന് എന്തെങ്കിലും ഒരു പ്രാവശ്യം വിചാരിച്ചു. എന്തുകൊണ്ടാണ് പോലീസിന് അന്ന് കംപ്ലൈന്റ് ചെയ്യാതിരുന്നത്? That was the promise I made to my father-in-law. എൻ്റെ അച്ഛൻ മരിച്ച ശേഷം ഞാൻ അങ്ങേരെയാണ് ഞാൻ അച്ഛനായിട്ട് കരുതിയിരുന്നത്. അങ്ങേരെ മരിക്കുന്നവരെ ഞാൻ ആ പ്രോമിസ് കീപ്പപ്പ് ചെയ്തു. ഞാൻ അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാർ മുമ്പ് വെച്ച് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, അടിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് I stopped going to their house. I stopped going and അക്കൗണ്ട്സ് മാത്രം ഞാൻ രാമോഹൻ നമ്മുടെ ഓഡിറ്റർ ട്രിവാൻഡ്രത്താണ്. സോ എവറി ഇയർ ഐ പേ ഹിസ് ടാക്സസ് ആൻഡ് മൈ ടാക്സസ് ഐ യൂസ് ടു പേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാർച്ച് 3rd വീക്കിൽ വന്നപ്പോൾ അച്ഛൻ കെയിം ടു ദ എയർപോർട്ട് ടു പിക്ക് മീ അപ്പ് ആൻഡ് ഹി സെഡ് വീട്ടിൽ പോകാം. ഐ സെഡ് ഇല്ല അച്ഛാ, പങ്കജിലെ റൂം ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓഹോ പറഞ്ഞിട്ട് വേറെ ഡ്രൈവറിന്റെ മുമ്പിൽ ഒന്നും സംസാരിച്ചില്ല അച്ഛൻ. സോ ഹി ഗോട്ട് ഡൗൺ വിത്ത് മീ, ഹി കെയിം അപ്പ് ടു ദ റൂം ആൻഡ് ദെൻ ഹി സെഡ് ഐ നോ വാട്ട് യു ആർ ഗോയിങ് ത്രൂ, ഐ നോ എൻ്റെ മോൻ ശരിയില്ലെന്ന് എനിക്കറിയാം, പക്ഷേ കയ്യെ പിടിച്ചിട്ട് ഹി സെഡ് ഇത് മീഡിയയിലൊന്നും വരരുത്, മോള് സഹിക്ക് എന്നൊക്കെ പറഞ്ഞതാണ്. ആ പ്രോമിസ് ഞാൻ ഇന്ന് വരെ ഇന്നാണ് ഐ ഹാഡ് ടു ബ്രേക്ക് ബിക്കോസ് മൈ സൈലൻസ് ഇസ് മിസ്അണ്ടർസ്റ്റുഡ്. മൈ സൈലൻസ് ഇസ് റിയലി മിസ്അണ്ടർസ്റ്റുഡ്. നോബഡി നോസ് വാട്ട് വാസ് ഹാപ്പനിങ് വിത്ത് മീ. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഐ ഹാഡ് ദ പേഷ്യൻസ്. ഇത്രയും പേഷ്യൻസ് എനിക്കുണ്ടായിരുന്നു. വീട്ടിലെ ജോലിക്കാരുടെ മുമ്പ് വെച്ച് തന്നെ സരിതയെ മുകേഷ് അടിക്കുമായിരുന്നു. മുകേഷിൻ്റെ അച്ഛനൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് ഇതൊക്കെ നടന്നിരുന്നത്. ഓ മാധവൻ എന്ന വലിയ മനുഷ്യൻ, മുകേഷിൻ്റെ അച്ഛൻ വളരെ പ്രശസ്തനായ ഒരു നാടക ആചാര്യനായിരുന്നു. അദ്ദേഹം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകന്മാരിൽ ഒരാളുമായിരുന്നു. അദ്ദേഹം മകൻ്റെ ഈ പ്രശ്നങ്ങൾ പുറത്തു വരാതെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കരുതെന്നും ഇതൊന്നും പുറത്തു വരാതെ ശ്രദ്ധിക്കണമെന്നുമൊക്കെ പറഞ്ഞ് അദ്ദേഹം സരിതയെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. കുടുംബത്തിൻ്റെ മാനം പോകുന്ന കാര്യമാണ് അതിന് കാരണം. സരിത ഒന്നും തന്നെ പുറത്തറിയിക്കാതെ ഒരുപാട് കാലം ഇതൊക്കെ സഹിച്ചു എന്നും പറയുന്നു. ബാക്കി കണ്ടിട്ട് വരാം. He has not contributed as a father anything. Okay, I didn't depend. That's fine. But he has to share, right? And മോന് ജോണ്ടീസ് വന്നപ്പോഴും വിളിക്കുമ്പോഴും he'll say, oh, are you trying to track me down where? ഈ ജോണ്ടീസ് വന്ന കാര്യം ഒരു അച്ഛൻ അറിയിച്ച എത്ര ഫീലിംഗ് വരണം? ഒരു 5-year-old. He's asking me, oh, you want to find out where I am? That's why you're tracking me and calling. I was കൈയൊക്കെ ഷിവറിംഗ് ആയിരുന്നു അത് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്. ബിക്കോസ് ഡീലിംഗ് അലോൺ ഇസ് സോ ഡിഫിക്കൾട്ട്, ദാറ്റ് ടു എ സിക്ക് ചൈൽഡ് ആൻഡ് എ യങ് ബേബി കയ്യിൽ.
ആൻഡ് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ he just kicked me here in my tummy. I fell on the cot. അമ്മ ഇങ്ങനെ പിടിക്കൂലേ, എന്നിട്ട് you cry. He says, oh, you're a best actress. കരഞ്ഞു നല്ല കരയും. Constantly he was trying to do something. Constantly. I remember we went for a dinner. കാറിൽ കയറുമ്പോൾ ഫുൾ 9th month ആണ്. കാറിൽ കയറാൻ സമയത്ത് he'll take the car back or front. And I fell off. And I'm crying there. And I'm not showing my tears because he'll say, oh, whatever, he'll അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ഇക്കാര്യം വന്നതോ സുഹൃത്തുക്കൾക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് that was the domestic violence. ഭയങ്കര മുടിയൊക്കെ പിടിച്ചിട്ട് he used to, middle of the night he'll drink and come, and when I open the door, why are you delayed? Naturally we'll ask. Then he'll hold the very cheap thing. He'll hold my hair, pull me, drag to the kitchen, and he'll put me on the floor. And ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇതൊക്കെ എത്രമാത്രം സത്യമാണെന്ന് പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മുകേഷിൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ ചോദ്യം ചെയ്തിരുന്നതാണ് സരിതയ്ക്ക് ഏറ്റവും അധികം ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നത്. പിന്നെ ഒരു സൈക്കോയെ പോലെയാണ് മുകേഷ് സരിതയോട് പെരുമാറിയത് എന്നാണ് സരിത പറയുന്നത്. ഇവിടെ വീണ സരിതയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എത്രയൊക്കെ കോമഡി റോളുകളൊക്കെ ചെയ്യുന്ന ഒരു നടനാണ് മുകേഷ്. ആളുകളൊക്കെ ചിരിപ്പിക്കുകയും ഇത്രയധികം മനുഷ്യരുമായിട്ട് നല്ലൊരു രീതിയിലൊക്കെ മുമ്പോട്ട് പെരുമാറുകയും ചെയ്യുന്ന ഒരാൾ ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്യുമെന്ന് വിശ്വസിക്കുവാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത്ര ശക്തമായിട്ടുള്ളൊരു ഇമേജാണ് ഇവർക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ നല്ല ശിക്ഷ തന്നെ ലഭിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ പല ആരോപണങ്ങളും എന്നും ഓരോ ദിവസവും പുറത്തു വന്നിരിക്കുന്നു. അതിൽ എന്തൊക്കെയാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് അന്വേഷണങ്ങൾ പൂർണ്ണമാകുമ്പോൾ വെളിയിൽ വരിക തന്നെ ചെയ്യും. അന്വേഷണത്തിൽ എന്തു തന്നെ ആയാലും ഇതിൻ്റെ സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും സമൂഹത്തിൽ ഒരു സ്ത്രീക്കും ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇതുപോലെ വലിയ വലിയ ദുരന്തങ്ങളും അങ്ങനെ ദുരന്തപൂർണമായ അനുഭവങ്ങളും ഒന്നും ഇനി ഭാവിയിൽ വരാതിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ഒരു പ്രസക്തി ഓർത്തിട്ടാണ് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾക്ക് അറിയാത്ത പല കാര്യങ്ങളും അണിയറകൾക്കുള്ളിലൊക്കെ നടക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പല ഞെട്ടിക്കുന്ന വിവരങ്ങളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയെ പുറത്തു വരിക്കും. അപ്പോൾ ഇതൊക്കെ എവിടെ പോയി ചെന്ന് നിൽക്കുമെന്ന് നമ്മൾക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ എന്തായാലും അന്വേഷണങ്ങളുടെ ഫലങ്ങളൊക്കെ പുറത്തു വരുന്നത് വരെ കാത്തിരിക്കുക മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ട വേറൊരു ടോപ്പിക്കുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.